ഹലോ പ്രീതി ക്യൂട്ടീസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഓണം സീരീസിൻ്റെ 10 പായസത്തിൽ 4ാമത്തെ പായസം ക്യാരറ്റ് പായസമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിതിന് ക്യാരറ്റും പാൽപ്പൊടിയും പാലും പഞ്ചസാരയും നെയ്യും ഇത്ര ഐറ്റംസ് വേണ്ടോ. എനിക്ക് പൊതുവെ പായസങ്ങളിൽ ഒന്നും വറുത്ത് കോരിയിടുന്നത് ഇഷ്ടമല്ല. അത് ആവശ്യമുള്ളവർക്ക് വറുത്ത് കോരിയിടും. ഞാനിപ്പോൾ എൻ്റെ പായസത്തിൽ ഒന്നും വറുത്ത് കോരിയിട്ടിടുന്നില്ല. അപ്പോൾ നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവരും വാ. അപ്പോൾ നമുക്ക് പായസം വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം സ്റ്റൗ ഓൺ ചെയ്തു. എന്നിട്ട് അതിലോട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ മീഡിയത്തിൽ കീപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നെയ്യൊക്കെ ഒന്ന് ചൂടാവട്ടെ. ഇപ്പം നെയ്യൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. എനിക്ക് ക്യാരറ്റ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് വലിയ താല്പര്യമില്ല. ക്യാരറ്റ് ഇങ്ങനെ കടിക്കാൻ താല്പര്യക്കുറവൊന്നുമില്ലാത്തവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് ആട്ടോ ചേർത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ വഴറ്റാട്ടോ. അത് വഴഞ്ഞ് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആവണം, അതായത് വേവണം ശരിക്ക്. അത് നെയ്യിൽ കിടന്ന് തന്നെ വഴഞ്ഞ് വേവണം വരയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. തീ മീഡിയം ടു ലോയിൽ തന്നെ കീപ്പ് ചെയ്യണം. ആ ക്യാരറ്റ് ഇട്ട് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം ലോയിലോട്ട് മാറ്റണം. പിന്നെ നമ്മൾ ഏത് പായസത്തിനായാലും കൈയെടുക്കാതെ ഇളക്കണം. ഇപ്പോൾ നല്ലപോലെ വഴറ്റി കഴിഞ്ഞു. എൻ്റെ ക്യാരറ്റൊക്കെ റെഡിയായി. ഞാനത് കോരി മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി അതേ പാനിലോട്ട് നമുക്ക് കുറച്ച് അരച്ച ക്യാരറ്റ് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിവിടെ 3/4 കപ്പ് ക്യാരറ്റ് ആട്ടോ എടുത്തിരിക്കുന്നത്. അരച്ച ക്യാരറ്റിൻ്റെ ക്വാണ്ടിറ്റി ആട്ടോ 3/4 കപ്പ്. ഇനി അത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അത് നെയ്യിൽ കിടന്നിട്ട് നല്ല പാകം വേവായിട്ട് ഇങ്ങനെ വരുന്നത്. നമുക്കത് കൈ കൊണ്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ മാറുന്നത് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ വഴറ്റി വരുന്നതായിരിക്കും. നമുക്ക് കൈയെടുക്കാതെ ഇളക്കാം കേട്ടോ. നമ്മൾ ഫ്ലെയിമൊന്നും ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി നല്ലപോലെ വഴറ്റട്ടെ. അപ്പോൾ എൻ്റെ ക്യാരറ്റ് നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ മൊത്തം 1 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലാണ് ചേർക്കണുള്ളൂ. അത് ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് വേണം, നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വഴറ്റിയിട്ട്, അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അത് കട്ട കെട്ടാണ്ട് ആ ക്യാരറ്റൊക്കെ അത് പാലിലോട്ട് നല്ലപോലെ മിക്സായി വരുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കണം കേട്ടോ. നോക്കിക്കേ, പാലൊഴിച്ച് ഇളക്കാൻ തുടങ്ങിയപ്പോൾ ഇത് നല്ല കളറാ, നല്ല മഞ്ഞ കളർ അല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളിത് നല്ലപോലെ ഇളക്കാം കേട്ടോ. അത് ഒന്ന് ക്യാരറ്റ് അതിൽ നന്നായിട്ട് എന്താ പറയുക, ബ്ലെൻഡ് ആവാന്നൊക്കെ പറയില്ലേ, പാലും ക്യാരറ്റും നമ്മൾ നല്ല യോജിപ്പിലാവണ വരയ്ക്ക് ഇളക്കുക. അതിന് ശേഷം അതിലോട്ട് ഞാനിപ്പോൾ 3/4 കപ്പ് പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ആ പഞ്ചസാര അലിയണ വരയ്ക്ക് ഞാൻ നല്ലപോലെ ഇളക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചസാരയൊക്കെ ഏകദേശം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ബസ്മതി അരി വേവിച്ചതാട്ടോ ചേർക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ബസ്മതി അരി വേവിച്ചതാട്ടോ ചേർക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഞാൻ ക്യാരറ്റ് പായസം ആയതുകൊണ്ട് കടിക്കൊന്നുമില്ലല്ലോ, അത് കാരണം ചേർക്കണമെന്നുള്ളൂ കേട്ടോ. താല്പര്യമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ചേർക്കണ്ട. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് വേവിച്ച് ചൗര്യത്ത് ചേർക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ബസ്മതി അരി ചേർക്കുന്നുണ്ട്. ഇനി അതും ഈ ക്യാരറ്റും പാലിൻ്റെ മിക്സായിട്ട് നല്ലപോലെ ഒന്ന് യോജിക്കുന്നവർക്ക് തിളക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മൾ മാറ്റി വെച്ച ബാക്കി പാലില്ലേ അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൽപ്പൊടി കലക്കാൻ വേണ്ടിയിട്ടാണ്. പാൽപ്പൊടി നേരിട്ട് പായസത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പൊടി കട്ട പിടിക്കല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് പാല് അടുപ്പത്ത് മാറ്റി വെച്ച് അത് തിളച്ച് വരുമ്പോൾ അതിലോട്ട് പാൽപ്പൊടി ഇട്ട് അലിയിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മുടെ പായസത്തിന് മറന്നു പോയിരിക്കോട്ടാ. അത് അടിയെ പിടിച്ച് നാമാവശേഷമായി പോവേ.
ബസ്മതി അരി ഇട്ട ശേഷം നമ്മുടെ പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് പാൽപ്പൊടി നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാലില്ലേ അതിലോട്ട് ചേർത്ത് കട്ട കെട്ടാതെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പാൽപ്പൊടി ഒട്ടും കട്ടയില്ലാതെ അലിഞ്ഞ് കിട്ടണം കേട്ടോ. അതേ പാൽപ്പൊടി ചേർത്തു. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാൽപ്പൊടി കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പാൽപ്പൊടിക്ക് പകരം കണ്ടൻസ് മിൽക്ക് മതി എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. കണ്ടൻസ് മിൽക്ക് ആയാലും നല്ല ടേസ്റ്റാണ്. അങ്ങനെയാകുമ്പോൾ നമ്മളത് വേറെ പാലൊന്നും ചേർക്കണ്ട, നേരിട്ട് നമ്മുടെ പായസത്തിലോട്ട് ഒഴിക്കാം. ഇതിനിടയിൽ എനിക്ക് ചെറിയൊരു പണി കിട്ടി, ഗ്യാസ് കഴിഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എങ്ങാണ്ടൊക്കെയോ മൂലയ്ക്കോ പൊടി പിടിച്ച് കിടന്നിരുന്ന ഇൻഡക്ഷൻ കുക്കർ എടുത്തിട്ട് വന്നു. നീ ഇൻഡക്ഷൻ കുക്കർ തന്നെ ചതിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ പൊടിയും തട്ടിക്കളഞ്ഞ് ഇൻഡക്ഷൻ കുക്കറിന് രംഗത്തിറക്കിയിട്ടുണ്ട്. ഇൻഡക്ഷൻ കുക്കറിനൊക്കെ ശാപമോക്ഷം കിട്ടാന്നതല്ലേ ആ അവസ്ഥയിൽ പൊത്തിരിക്കുന്നത്. അതിലോട്ട് പായസം മാറ്റി വെച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാല് പാകത്തിന് കുറുകി വരുന്നവർക്ക് തിളപ്പിക്കുക കേട്ടോ. നമ്മുടെ അരിയും ക്യാരറ്റും പാലും നമ്മൾ മധുരത്തിനിട്ട് പഞ്ചസാരയില്ലേ അതെല്ലാം കൂടി നല്ലപോലെ യോജിക്കട്ടെ കേട്ടോ. നമ്മൾ പാൽപ്പൊടി കലക്കിയ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ പാല് പാകത്തിന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നേരത്തെ കലക്കി വെച്ച പാൽപ്പൊടി പാലില്ലേ അത് ചേർക്കാം കേട്ടോ. അത് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിമൊക്കെ ഏറ്റവും ലോയിൽ വെക്കണം. ഇപ്പം ഞാൻ ഇൻഡക്ഷൻ കുക്കറിലായാലും ഇതിൻ്റെ ഹീറ്റ് ഏറ്റവും ലോയിലാട്ടോ വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽപ്പൊടി കലക്കിയത് പാല് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് കാരണം കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് നമുക്ക് വറുത്ത് കോരി എന്തെങ്കിലും ഇടുണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ അവിടെ ഒന്നും വറുത്ത് കോരിയിരുന്നില്ല. ഞാനിപ്പോൾ നമ്മുടെ സ്റ്റൗവേ ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് സർവിങ് ബൗളിലോട്ട് പകർത്താട്ടോ. നോക്കി എന്ത് നല്ല കളറ് അതിൻ്റെ. അപ്പം നമ്മുടെ ഓണം സീരീസിലത്തെ 4ാമത്തെ പായസമായി ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓണം 10 പായസം ആദ്യം നമ്മൾ പാലട ഉണ്ടാക്കി, സേമിയ, സാഗു, ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പായസം. അത് നോക്കിയേ എന്ത് കളറതിൻ്റെ, നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടോ? നോക്കിയേ നല്ല അടിപൊളി മഞ്ഞ ഓറഞ്ച് കളറൊക്കെ ആയിട്ടില്ലേ. ഇനി നമുക്കൊന്ന് ടേസ്റ്റും കൂടി ചെയ്ത് നോക്കാം. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്ക് കഴിച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും കഴിക്കാം. നല്ല ചൂട്, എന്നാലും കഴിക്കും. നല്ല ടേസ്റ്റ്. അപ്പം എന്താ പറയുക, നമ്മുടെ പായസം നല്ല സൂപ്പറായിട്ട്. നമ്മുടെ ക്യാരറ്റിന് നല്ല മധുരമുള്ളതുകൊണ്ടും പിന്നെ നമ്മൾ പാൽപ്പൊടി ചേർക്കുന്നതുകൊണ്ട് ഈ പായസത്തിന് ഇത്തിരി മധുരം കൂടുതലുണ്ട്. അപ്പം മധുരം ഇത്രയും ആവശ്യമില്ലാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാരയുടെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കുക. അതുപോലെ പാൽപ്പൊടിയുടെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വീതം പഞ്ചസാരയും പാൽപ്പൊടിയും കുറയ്ക്കുക. മധുരം കുറവ് വേണ്ടവർക്ക്, നല്ല മധുരം വേണ്ടവർക്ക് ഇത് ഭാഗമാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് വേറൊരു ദിവസം വേറൊരു പായസമായിട്ട് വരാം. അപ്പോൾ അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ. മറക്കരുതോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ പേര് അറിയാലോ, പ്രിറ്റി ക്യൂട്ടി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അപ്പോൾ വീണ്ടും ടാറ്റാ, ബൈ ബൈ.